ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശിവം കർമാസ്തു. ശ്രീ ഗുരുഭ്യോ നമ. ഗംഗണപതയേ നമ. ഓം ശ്രീ സരസ്വത്യൈ നമ. പ്രപഞ്ചത്തിൽ ശാശ്വതമായ ചില വസ്തുതകൾ ഉണ്ടെന്നും അവ വ്യക്തികളുടെ മരണത്തിന് ശേഷവും നിലനിൽക്കുന്നു എന്നും ചില ചിന്തകന്മാർ വിശ്വസിച്ചു. ഓരോ വ്യക്തിയിലും അടങ്ങിയിരിക്കുന്ന ഈ വസ്തുതയുടെ ഭാഗത്തെ ആത്മാവ് എന്നും പ്രപഞ്ചത്തിൽ മൊത്തമായുള്ള ശാശ്വതമായ വസ്തുതയെ ബ്രഹ്മം എന്നും വിളിച്ചു. ആത്യന്തികമായി ആത്മാവും ബ്രഹ്മവും ഒന്നാണെന്നും ഈ ചിന്തകന്മാർ വിശ്വസിച്ചു. ഇത്തരം ചിന്തകളാണ് നമ്മുടെ ഉപനിഷത്തുകളിൽ ഉൾക്കൊള്ളുന്നത്. ഭാരതീയ വേദാന്തത്തിന്റെ സന്ദേശം അറിയാൻ ആഗ്രഹിക്കുന്നവൻ ഉപനിഷത്തുകൾ പഠിക്കണം. അദ്വൈത സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനം തന്നെ ഉപനിഷത്തുകൾ ആണ്. ഉപനിഷത്തുകളിൽ ലോകത്തെ മുഴുവൻ പണയപ്പെടുത്താൻ ആവശ്യമുള്ള കരുത്ത് ഉണ്ടെന്നാണ് സ്വാമി വിവേകാനന്ദൻ പറയുന്നത്. അവയിലൂടെ ലോകത്തെ മുഴുവൻ ഉജ്ജീവിപ്പിക്കാം, പ്രബലമാക്കാം, ഉത്തേജിപ്പിക്കാം എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സർവ ജാതി മത വിഭാഗങ്ങളിൽപ്പെട്ട ദുർബലരെയും ദുഃഖിതരെയും മർദ്ദിതരെയും ഉദ്ബോധിപ്പിക്കാൻ, ജ്ഞാനം ആർജിക്കാൻ ഉപനിഷത്തുകൾ പറയുന്നു എന്നാണ് വിവേകാനന്ദ സ്വാമികൾ പറയുന്നത്. ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യവരാൻ നിബോധത എന്ന കഠ ഉപനിഷത്തിലെ വാക്യം അദ്ദേഹത്തിന് പ്രിയങ്കരമായിരുന്നു. മോക്ഷത്തിനുള്ള ആഗ്രഹം ശരീരമല്ല, ആത്മാവ് ആണ് എന്നറിയണം എന്നും ഏകത്വജ്ഞാനം കൊണ്ടേ കൈവല്യം സിദ്ധിക്കുകയുള്ളൂ എന്നും ഉപനിഷത്തുകൾ സിദ്ധാന്തിക്കുന്നു. ഉപനിഷത്ത് പഠിക്കാൻ ആരംഭിക്കുമ്പോഴും പാഠ അവസാനത്തിലും ഗുരുവും ശിഷ്യനും ചൊല്ലേണ്ട മന്ത്രങ്ങൾ ആണ് ശാന്തി മന്ത്രങ്ങൾ അഥവാ ശാന്തി പാഠങ്ങൾ. വേദ അനുക്രമം അനുസരിച്ച് 5 ശാന്തി പാഠങ്ങളാണ് ഉള്ളതെന്ന് പറയപ്പെടുന്നു. എന്നാൽ ശാന്തി പാഠങ്ങൾ 5-ൽ കൂടുതൽ ഉള്ളതായി പല പാരമ്പര്യക്കാരും പറയുന്നുമുണ്ട്. എങ്കിലും ഒട്ടാകെ 10 ശാന്തി പാഠങ്ങളാണ് ഉപനിഷത്തുമായി ബന്ധപ്പെടുത്തി ശ്രീ ശങ്കരാചാര്യ സ്വാമികളുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന ശങ്കര മഠക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. പൂർണ്ണമായ വേദാന്തസാരം ഉൾക്കൊള്ളുന്ന വാക്യങ്ങളാണ് മഹാവാക്യങ്ങൾ. ഒട്ടനവധി മഹാവാക്യങ്ങൾ ഉപനിഷത്തുകളിൽ ഉണ്ടെങ്കിലും പ്രധാനമായി 4 മഹാവാക്യങ്ങളെയാണ് മുഖ്യമായി കരുതുന്നത്. തത്വമസി, അത് നീയാകുന്നു. ഉദ്ദാലക മഹർഷി തൻ്റെ മകനായ ശ്വേതകേതുവിന് കൊടുക്കുന്ന ഉപദേശമാണിത്. ഉപനിഷത്ത് സത്യത്തെ മുഴുവൻ വിവരിക്കുന്ന സൂത്രവാക്യമാണിത്. തത് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ എന്നും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന പരബ്രഹ്മത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ത്വം എന്നത് ജീവാത്മാവുമാണ്. അതായത് പരബ്രഹ്മം എന്നത് ഓരോരുത്തരിലും കുടികൊള്ളുന്നു. അല്ലെങ്കിൽ നിന്നിലുള്ളത് എന്താണോ അത് തന്നെയാണ് പരബ്രഹ്മം. പ്രജ്ഞാനം ബ്രഹ്മ എന്നാണ് 2ാമത്തെ വാക്യം. ബോധമാണ് ബ്രഹ്മം. ഐതരേയ ഉപനിഷത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അയം ആത്മ ബ്രഹ്മ, ഈ ആത്മാവാണ് ബ്രഹ്മം. മാണ്ഡ്യൂക്യ ഉപനിഷത്തിൽ പറയുന്നു, അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാകുന്നു. ബൃഹദാരണ്യക ഉപനിഷത്തിലെ വാക്യമാണിത്. അപ്പോൾ ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധങ്ങളെയാണ് ഈ മഹാവാക്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ഉപനിഷത്തുകൾ ബ്രഹ്മവിദ്യയാകുന്നത് സാധകർ ശാക്തവിജ്ഞാനം ഉൾക്കൊള്ളുമ്പോഴാണ്. വാഗ്ബ്രഹ്മിണി സൂക്തം, ഋഗ്വേദം മുൻനിർത്തി വേണം ഉപനിഷത്തുകളെ വ്യാഖ്യാനിക്കേണ്ടത്. ഉദാഹരണത്തിന് മാണ്ഡൂക്യം ആദിപരാശക്തിയുടെ മാതൃതത്വത്തിൻ്റെ ഏകാക്ഷര സ്വരൂപമായ ഓങ്കാരത്തിന് മുനിമാർ നൽകിയ വൈജ്ഞാനിക വിശകലനമാണ്. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം
ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമാസ്യാദ്യലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. മാണ്ഡൂക്യ ഉപനിഷത്തിലെ ഈ ധ്യാന ശ്ലോകത്തിലെ സദ്ഗുരു അമ്മയാണ്. തത് എന്നത് ഓങ്കാരത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. അഹം രുദ്രേഭിർ വസുഭിശ്ചരാമി ഇത്യാദിയായ വാക്സൂക്തം നോക്കുക. ശ്രുതികളും ആധ്യാത്മവിദ്യാപരമായ സകല വാഗ്മയവും അമ്മയുടെ വെളിപാടുകളാണ്. മാണ്ഡൂക്യ ഉപനിഷത്ത് അവതരിപ്പിക്കുന്ന ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി, തുരീയം, തുരീയാതീതം ഈ 5 തലങ്ങൾ മഹാത്രിപുരസുന്ദരിയുടെ ക്രമാനുഗതമായ സൃഷ്ടി പ്രക്രിയയെ വേദാന്തികൾ പ്രതിലോമമായി കാണുന്ന വികൃതിയാണ് എന്നാണ് പറയുന്നത്. ജഗത്സൃഷ്ടികാരിണിയായ അമ്മയുടെ സ്വരൂപം അചിന്ത്യമാണ്. തുരീയാതീതവും തുരീയവും ആ നിലക്ക് ആദിപരാശക്തിക്ക് നൽകപ്പെടുന്ന താത്വിക രഹസ്യ വിശേഷണമാണ്. ക്രമാനുഗതമായി അമ്മ സുഷുപ്തി തത്വമായി അവതരിക്കുന്നു, പിന്നീട് സ്വപ്നാവസ്ഥ കൈവരിക്കുന്നു, ഒടുവിൽ വിശ്വേശ്വരിയായി അമ്മ മാനവിക ബോധഗമ്യയായ ജാഗ്രത് ജഗത്തിന് നാമരൂപം നൽകുന്നു. അമ്മയുടെ ഈ 5 പദങ്ങളും സ്വയം പ്രകാശമായ വെളിപാടുകളുള്ള കുലദേവതാ സ്വരൂപങ്ങളാണ്. ജാഗ്രത് അവസ്ഥയിലുള്ള ഇരുകാലി മനുഷ്യന്, 2 കാലുകളുള്ള മനുഷ്യന് മുക്തി അഥവാ ബ്രഹ്മാനുഭൂതി വേദാന്ത വാങ്മയം ആഹരിച്ച് ഭഗവദ്ധ്യാനം ചെയ്യുന്നതിലൂടെ കരഗതമാവുകയില്ല. ജഗദ്ധാത്രിയായ അമ്മയെ, ഭവാനിയെ ഉപാസിച്ച് അമ്മയുടെ ഭാവപഞ്ചമം സാക്ഷാത്കരിക്കുന്നതിലൂടെ മാത്രമേ മുക്തിയുടെ സോപാനം അനുഭവമാകുകയുള്ളൂ. ഉപനിഷത്തുകളിലെ വിജ്ഞാനം വളരെയധികം ശ്രേഷ്ഠമാണ്. പക്ഷേ അവയെ ശരിയായ വീക്ഷണത്തോടെ വേണം സാമാന്യ ജനം കാണേണ്ടത്. പകർന്നു കൊടുക്കേണ്ടതും അതുപോലെയാകണം. ഭഗവദ്ധ്യാനം കൊണ്ട് കൈവരുന്ന മൂഢസ്വർഗമല്ല ബ്രഹ്മാനുഭൂതി. നിങ്ങൾ എന്താണ് എഴുതിയത്? എല്ലാം ഭവാനി അമ്മയാണോ? സൃഷ്ടിയും മുക്തിയും എല്ലാം കൊടുക്കുന്നത് തെറ്റാണ് പലരുടെയും. തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് നിങ്ങളും തെറ്റ് തന്നെ ആവർത്തിക്കുന്നു. എല്ലാം ശിവമയമാണ്, ശിവനാണ് എല്ലാം ചെയ്യുന്നത്, ഭവാനി അമ്മയും ശിവപൂജയാണ് ചെയ്യുന്നത്. സൃഷ്ടിസ്ഥിതി സംഹാരം മോക്ഷം എല്ലാം ശിവൻ മൂലമാണ് സാധ്യമാകുന്നത്. അതിനാൽ എല്ലാ ഋഷികളും ശിവപൂജ മാത്രം ചെയ്ത് അത് മനസ്സിലാക്കുന്നു. നിങ്ങളുടെ ദേവീപൂജ നല്ലത് തന്നെ, പക്ഷെ അത് സത്യത്തെ മറന്ന് ആകരുത് എന്നാണ് പറയുന്നത്. മാണ്ഡൂക്യ ഉപനിഷത്തിൽ 12 സൂക്തങ്ങൾ മാത്രമാണുള്ളത്. ഉപനിഷത്തുകളിൽ പലതുകൊണ്ടും ശ്രദ്ധേയമാണ്. ഹിന്ദുമതത്തിലെ ആധികാരിക രചനകളിൽ ഒന്നായി ദ്വൈതികളും അദ്വൈതികളും, ദ്വൈതവാദക്കാരും അദ്വൈതവാദക്കാരും ഈ ഉപനിഷത്തിനെ മാനിക്കുന്നു. ഹിന്ദുമതം എന്താണെന്ന ചോദ്യത്തിന് ഒറ്റ വാക്കിൽ ഉത്തരമായി മാണ്ഡൂക്യ ഉപനിഷത്തിലെ പരിഗണിക്കാം. അഥർവ വേദത്തിൽപ്പെട്ടതാണ് മാണ്ഡൂക്യ ഉപനിഷത്ത്. ആത്മീയ ചിഹ്നമായ ഓങ്കാരത്തിൻ്റെ വിശദീകരണവുമായാണ് ഇത് എഴുതപ്പെട്ടിരിക്കുന്നത്. ശ്ലോകരൂപത്തിൽ 12 മന്ത്രങ്ങളാണ് ഈ ഉപനിഷത്തിൽ ഉള്ളത്. ഈ ഉപനിഷത്തിൻ്റെ പ്രാധാന്യം കൊണ്ടായിരിക്കാം ശങ്കരാചാര്യസ്വാമികൾ പ്രത്യേകമായി മംഗള ശ്ലോകങ്ങളും പ്രമാണ ശ്ലോകങ്ങളും രചിച്ചതെന്ന് കരുതുന്നു. ഗൗഡപാദരുടെ കാരികക്കും ശങ്കരാചാര്യ ഭാഷ്യം രചിച്ചിട്ടുണ്ട്. മിക്ക മതങ്ങളും പ്രപഞ്ചം ഒരു ഈശ്വര സൃഷ്ടിയാണെന്ന് അഭിപ്രായപ്പെടുമ്പോൾ അതിന് ഘടകവിരുദ്ധമായി ശൂന്യതയിൽ നിന്ന് ഒന്നും ഉത്ഭവിക്കുന്നില്ല എന്ന ഉത്തരമാണ് മാണ്ഡൂക്യത്തിൻ്റെ ആദ്യത്തെ സൂക്തം തരുന്നത്. ഈശ്വരൻ ഒരാഗ്രഹവും ഇല്ലാത്തവനായിരിക്കുന്നു എങ്കിൽ സൃഷ്ടിയുടെ ആവശ്യമില്ല എന്ന ഗൗഡപാദർ തൻ്റെ കാരികയിൽ വിശദീകരണം നൽകുന്നുണ്ട്. ഉപനിഷത്തുകളുടെ ആകെ എണ്ണം എത്രയെന്ന് തീർച്ചപ്പെടുത്താനായിട്ടില്ല. 1150 ഉണ്ടെന്ന് ചിലർ കരുതുന്നു,
ഇതിൽ തന്നെ 108 എന്ന് മറ്റൊരു കണക്കുമുണ്ട്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട 10 എണ്ണം ദശോപനിഷത്തുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇവയിൽ ഏറെ പ്രാധാന്യമുള്ളതാണ് ഈ മാണ്ഡൂക്യ ഉപനിഷത്ത്. എന്നാൽ ദശോപനിഷത്തുകളിൽ ഏറ്റവും പഴക്കം കുറഞ്ഞതായാണ് ഈ ഉപനിഷത്തിനെ പൊതുവെ കണക്കാക്കപ്പെടുന്നത്. മണ്ഡൂകം എന്ന വാക്കിന് തവള എന്നർത്ഥം. തവളയും ഉപനിഷത്തും തമ്മിൽ നേരിട്ട് ബന്ധമൊന്നുമില്ല. മറ്റു ഉപനിഷത്തുകൾ വിശദവും ചിലപ്പോൾ സരളവുമായ ഭാഷയിലൂടെ വിദ്യാർത്ഥിക്ക് ഉപദേശം നൽകുമ്പോൾ മാണ്ഡൂക്യം ഹ്രസ്വമായ 12 സൂക്തങ്ങളിലൂടെ കാര്യമാത്ര പ്രസക്തമായ സന്ദേശം നൽകുന്നു. അരോചകമായെങ്കിലും അറുത്തു മുറിച്ച് സത്യം പറയുന്ന രീതിയാണ് മാണ്ഡൂക്യ ഉപനിഷത്തിൻ്റേത്. ഇതുകൊണ്ടാകണം ഹ്രസ്വവും അതിപ്രധാനവുമായ ഈ ഉപനിഷത്ത് തവളയുടെ പേരിൽ അറിയപ്പെടുന്നതെന്നും ചിലർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. വരാനിരിക്കുന്ന പേമാരിക്കുള്ള മുന്നറിയിപ്പ് തവള കരഞ്ഞു നൽകുന്നത് പോലെ മാണ്ഡൂക്യമെഴുതിയ മുനി അരോചകമെങ്കിലും ചടുലമായ വാക്യങ്ങളിലൂടെ ലോകനന്മയെ കരുതി ഉപദേശം നൽകുന്നു എന്നും ചിലർ വാദിക്കുന്നു. മാണ്ഡൂകൻ എന്ന വൈദിക മഹർഷിയുടെ പേരുമായും ഇതിനെ ബന്ധപ്പെടുത്തി പറയുന്നുണ്ട്. ദശോപനിഷത്തുക്കൾ െങ്കിലും പഠിക്കണം എന്നൊരു അപ്രതിമ പ്രശസ്തി ഇതിന് കൈവന്നിട്ടുണ്ട്. ഈ ഉപനിഷത്തിന്റെ പ്രാധാന്യം കൊണ്ട് തന്നെയാണ് ശങ്കരാചാര്യസ്വാമികൾ ഇതിനെ മംഗളശ്ലോകങ്ങളും പ്രമാണശ്ലോകങ്ങളും രചിച്ചതെന്ന് ചിലർ പറയുന്നുണ്ട്. അതേസമയം ഉപനിഷത്തുകളിൽ വെച്ച് ഏറ്റവും ഗഹനമായത് മാണ്ഡൂക്യമാണ് താനും. അഥവാ മാണ്ഡൂക്യ ഭാഷ മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ മറ്റ് ഏതെങ്കിലും 1-2 ഉപനിഷത്തുകളുടെ പഠനം അനിവാര്യമാകുന്നു എന്ന് പറയുന്നു. ഈ ഗഹനത കണക്കിലെടുത്താണ് ഗൗഡപാദർ മാണ്ഡൂക്യത്തിന് ഒരു കാരിക എഴുതിയത്. പഠിക്കുവാനുള്ള എളുപ്പത്തിന് സാധാരണ മാണ്ഡൂക്യ കാരികയാണ് ആശ്രയിക്കപ്പെടുന്നത്. ഇതിൽ 4 അധ്യായങ്ങളുണ്ട്. ആദ്യത്തെ അധ്യായം ആഗമപ്രകരണം എന്നറിയപ്പെടുന്നു. ഇത് ഉപനിഷത്തിനോട് ചേർത്താണ് വായിക്കുന്നത്. ബാക്കി 3 സ്വതന്ത്രമായി അദ്വൈത പ്രകരണം, വൈദഗ്ധ്യ പ്രകരണം, അലാദശാന്തി എന്ന പേരുകളിൽ അറിയപ്പെടുന്നു. താരതമ്യേന ആധുനിക രചനയായി കരുതപ്പെടുന്നെങ്കിലും 108 ഉപനിഷത്തുകളിൽ ഒന്നായി എണ്ണപ്പെടുന്ന മുക്തികോപനിഷത്തിൽ ശ്രീരാമൻ ഹനുമാൻ നൽകുന്ന ഉപദേശം മാണ്ഡൂക്യത്തിൻ്റെ പ്രാധാന്യം എടുത്തു കാട്ടുന്നു. മാണ്ഡൂക്യം മനസ്സിലായില്ലെങ്കിൽ ദശോപനിഷത്തുകളിലെ ബാക്കി ഉപനിഷത്തുകളും പഠിക്കണം. എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ 108 എണ്ണവും പഠിക്കണം എന്നാണ് ആ ഉപദേശത്തിൻ്റെ സാരം.